നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സന്ദേശത്തിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാകുന്നു. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമമോ കുടുംബദേവതയുടെ നാമമോ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. വളരെ പക്വതയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പലവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനോബലം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു. എത്ര തന്നെ വലിയ മോശം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വന്നാലും അവയിൽ ഒന്നും തന്നെ പതറാതെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മനോബലം, തന്റെ ഇടം, ഇവയൊക്കെ നിങ്ങളിലുണ്ട്. അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളിൽ പല ആളുകളും വളരെ ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ മനോബലം വളരെയധികം ആർജിച്ച വ്യക്തികളാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവയിൽ നിങ്ങളിൽ പല ആളുകൾക്കും ജീവിതത്തിലേക്ക് പോസിറ്റീവായ പല കാര്യങ്ങളും കടന്നു വരുന്നു. പോസിറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗതമാകുന്നു എന്ന് തന്നെ സന്ദേശമായി പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മുൻപത്തേക്കാളും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതേപോലെ തന്നെ എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിലും അതിനൊക്കെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചു കളിച്ച് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സന്തോഷം പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, നിരവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ പല കാര്യങ്ങളും പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും നിങ്ങളിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിനാൽ ഒരു പ്രശ്നം വന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ ശത്രുക്കൾ പോലും മനസ്സിലാക്കുന്ന സാഹചര്യവുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ, എല്ലാവരുമല്ല, നിങ്ങളിൽ ചില വ്യക്തികൾ ഏതോ ഒരു വ്യക്തി മൂലം വളരെയധികം വിഷമിക്കുന്ന സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. വ്യക്തി എന്ന് പരാമർശിക്കുമ്പോൾ അത് പല വിധത്തിലുമാകാം. അത് സുഹൃത്തോ പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്നേഹിച്ച അല്ലെങ്കിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച, എപ്പോഴും കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്നും അപ്രതീക്ഷിതമായി ചതി അല്ലെങ്കിൽ തിരിച്ചടി കിട്ടിയത് മൂലം വളരെയധികം വേദനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളിൽ ചില വ്യക്തികൾ ഉള്ളത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ വിചാരിച്ച പോലെ അല്ലായിരിക്കാം ആ വ്യക്തിയുടെ ചിന്തയും ആഗ്രഹങ്ങളും. ഉള്ളിൽ പല ലക്ഷ്യത്തോടെയും എന്നാൽ പുറമേ സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ മുഖംമൂടിയായിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ മുൻപിൽ നിന്നിരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നു. മുൻപതിന് സാധിച്ചില്ല എന്നതും നിങ്ങൾക്ക് ഇപ്പോൾ വിഷമത്തോടെ ഓർക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. അവരുടെ ഭാഗത്തു നിന്നും വന്നു ചേർന്നിരിക്കുന്നതായ ചില മോശം പ്രവൃത്തികൾ നിങ്ങൾക്ക് വലിയ വിഷമങ്ങൾക്ക് തന്നെ കാരണമായി തീർന്നിട്ടുണ്ട്.
അഥവാ നിങ്ങൾ തകർന്നു പോകുന്നതിന് പോലും അത് കാരണമായി തീർന്നു എന്നതാണ് വാസ്തവം. ഈ ഒരു സാഹചര്യം നിങ്ങൾ നേരിടുവാൻ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കാരണം എപ്രകാരം പ്രതികരിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണം എന്നറിയാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്ന വ്യക്തികൾ ആണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ചില വ്യക്തത ഭഗവാനായി തന്നെ, അഥവാ വിശ്വസിക്കുന്നതായ ആ ശക്തിയായി തന്നെ നിങ്ങൾക്ക് നൽകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ശരി, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇത്തരത്തിലുള്ള വ്യക്തമായ ധാരണ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ആ വ്യക്തിയിൽ തന്നെയായിരിക്കാം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ ഓർമ്മകളിൽ നിന്നും പലപ്പോഴും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ, അല്ലെങ്കിൽ പല സമയങ്ങളിലും അത്തരം ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ വളരെ പ്രയാസകരമായി നിങ്ങൾക്ക് തോന്നുന്നു എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിശ്വസിപ്പിക്കുന്ന രീതിയിൽ, അത്രയും വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കാം ആ വ്യക്തി നിങ്ങളോട് ഇടപഴകിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ അത് വളരെയധികം ദോഷകരമായി ഭവിച്ചു എന്നുള്ളതാണ്. ആ വ്യക്തി സ്നേഹവും കരുതലും നൽകിയിരുന്നു എന്നത് വ്യാജം തന്നെയാകുന്നു. എന്നാൽ ഇവിടെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ പല കാര്യങ്ങളും കടന്നു വരാൻ പോകുന്നു എന്നും, സന്തോഷമോ സമാധാനമോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവരിൽ നിന്നും, ചില വ്യക്തികളിൽ നിന്നും, അഥവാ നിങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. സാമ്പത്തികം, ജോലി, അതെല്ലാമായി ബന്ധപ്പെട്ടും വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അത്തരം ബുദ്ധിമുട്ടുകൾക്ക് അവസാനം കടന്നു വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. ജീവിതത്തിലേക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അത് ജോലി, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ ശക്തിയുടെ സഹായത്താൽ പല പ്രതികൂലമായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാകുന്നു. ഇവിടെ അത്തരത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാകുവാനുള്ള, അഥവാ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ചില വ്യക്തികളിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിനാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾ ആത്മനിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന സൂചനയും ഇഷ്ടദേവത, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളിലേക്ക് ഭഗവാൻ സ്വയം നിയന്ത്രിക്കാനും, സ്വയം ചിന്തിച്ച് വളരെ ആത്മനിയന്ത്രണത്തിലൂടെ പ്രവർത്തിക്കാനും സാധിക്കും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക. അത്തരം കഴിവുകൾ വർദ്ധിക്കുകയോ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. അത് നിങ്ങളെ പല കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കുഴപ്പങ്ങളിൽ ചാടാതിരിക്കുവാൻ സഹായകരമായി തീരുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, അഥവാ നിങ്ങളെ തേടിയെത്തുന്ന ആ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ പ്രാർത്ഥിച്ച്, വിശ്വസിച്ച്, പരിപൂർണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.